എബ്രായർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുക. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 3-ാം. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കും. മതി. അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ എങ്ങനെ നോക്കാൻ പറഞ്ഞു? ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ യേശുവിനെ എങ്ങനെ നോക്കണം? നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. യേശു ആരെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും യേശുവിൻ്റെ ക്ഷമ മുഖാന്തരം ഉള്ള ആൾക്കാരാണ് ഞാൻ നിങ്ങൾ. യേശുവിൻ്റെ ക്ഷമയാണ് നമ്മളിരിക്കുന്നത്. നമ്മളെല്ലാം വെട്ടുകൊണ്ട് എപ്പോഴേ തകരേണ്ടത്. കർത്താവിൻ്റെ ക്ഷമയാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുന്നത്. പക്ഷെ ആ ഒരു ധനം നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. യേശുവിലുള്ള ആ ക്ഷമ എന്ന ധനം, ആ പോട്ടെ എന്ന് പറയാൻ, മിണ്ടണ്ടെന്ന് പറയാൻ, സൈലൻ്റ് ആകാമെന്ന് പറയാൻ, അതൊന്നും സാരമില്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് സാരമില്ലെന്ന് പറയാൻ, ആ ദൈവത്തിൻ്റെ രാജ്യത്തെ നമ്മളെ രാജ്യമാണ് നമ്മളെല്ലാം പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാണ് നമ്മളൊക്കെ പണിയുന്നത്. നമ്മളെ ഇഷ്ടങ്ങളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇഷ്ടം കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കും, അത് ഞാൻ പണിയും. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? രാവും പകലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതിനെ പണിയാൻ വേണ്ടി നല്ലവണ്ണം ശ്രമിക്കും. എൻ്റെ പണിക്ക് വേണ്ടിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പണി ഞാൻ ഒരു വിലയും കൊടുക്കില്ല. എൻ്റെ പണിയാണ് എത്രത്തോളം പൊക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എൻ്റെ പണിയിൽ പൊക്കും. എൻ്റെ പണിയിൽ പൊക്കുമ്പോൾ എനിക്ക് ക്ഷമ വരില്ല, എനിക്ക് താഴ്മ വരില്ല. പോട്ടെ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരെയും പിടിച്ചേർത്തി അടി കൊടുത്ത് വാങ്ങേണ്ടത് വാങ്ങും കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെത് പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഒരു രാജ്യം പണിതിട്ട് ദൈവത്തിനെ നമ്മളെ രാജ്യത്തിനകത്താണ് കൊണ്ടുവരുന്നത്. ഏത് രാജ്യം? നമ്മൾ പണിയുന്ന രാജ്യം. കർത്താവ് വരുമോ? വരില്ല. പക്ഷെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം കർത്താവ് പണിയുന്ന രാജ്യത്തിനകത്ത് ഞാൻ എത്തണമെന്നാണ്. എന്നിട്ട് ആ രാജ്യത്തിനകത്തുള്ള ക്രിസ്തുവിൻ്റെ സമ്പത്തിനകത്ത്, ക്രിസ്തുവിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സമ്പത്തല്ല, ക്രിസ്തുവിലുള്ള സമ്പത്ത്. സ്തോത്രം. ലോകത്തിൽ അനേകർക്ക് കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാത്ത സ്വർഗീയ സമ്പത്ത്, ക്രിസ്തുവിലുള്ള ധനം. ക്രിസ്തുവിൻ്റെ ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വീടും വസ്തുവും കേൾക്കൽ എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതൊന്നും അല്ല യേശുവിൻ്റെ ധനം. യേശുവിൻ്റെ ധനം ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഇല്ലാത്ത ക്രിസ്തുവിൻ്റെ ധനം. ഒരുപാട് ധനമുണ്ട്. ക്ഷമയുടെ ധനം, താഴ്മയുടെ ധനം, വിനയത്തിൻ്റെ ധനം, പിന്നെ ശത്രുവിനെ മരണം വരെ സ്നേഹിച്ച ധനം, പോട്ടെന്ന് പറഞ്ഞ ധനം. ഇതെല്ലാം ആരിലുണ്ട്? എബ്രായർ 12 പറയുന്നു. 12:1-2 വായിച്ചേ. എബ്രായർ 12:1-2. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാവം. അപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ ഒരുപാട് പേര് സാക്ഷിയായി മാറിയവരാണ്. അവർ കർത്താവിന് വേണ്ടി നിന്നു. വെട്ടേറ്റ് മരിച്ചവരുണ്ട്. ശരീരത്തിൽ നിന്ന് തോല് ഇളക്കി മരണത്തിൽ വീണവരുണ്ട്. കത്തിച്ചു കൊന്നവരുണ്ട്. നമുക്ക് 11-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. എന്നിട്ടും യേശുവിനെ തള്ളിപ്പറയാത്ത ഒരു വലിയ സമൂഹം ഈ ലോകത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ നടുവിലാണ് നമ്മൾ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത് ദേശത്തിൽ നമ്മൾ പോകുന്നിടത്ത് വരുന്നിടത്ത് നമ്മൾ ആരാധിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാമല്ലോ, അറിയാം. പക്ഷേ നമ്മൾ കാരണം ദൈവനാമം എന്ത് ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയും വലിയൊരു സമൂഹം നിൽക്കുകയാണ്. നമ്മൾ കാരണം ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കോട്ട് വരാതിരിക്കാൻ തടസ്സമാകാൻ, നമ്മൾ മോശമായിട്ട് നടന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മോശം സംസാരം മറ്റൊരാൾ കേട്ടാൽ ഒരിക്കലും അവരാരെ കാണൂല? ദൈവത്തെ കാണൂല. സത്യദൈവത്തെ കാണൂല. വായിച്ച അടുത്ത വരിയുണ്ട്. വിട്ട് അടുത്ത വരി. യേശുവിനെ നോക്കൂ. ഇവിടെയും നേരത്തെ പറഞ്ഞെന്താണ്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞു അല്ലേ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യേശുവുണ്ട്. നമ്മളില്ലാത്ത എല്ലാവരിലും ഉണ്ട്, യേശുവിൽ ഉണ്ട്. ആ യേശുവിൻ്റെ ദീർഘമായ ക്ഷമയുടെ തരികളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ക്ഷമിച്ചത് കൊണ്ടാണ് നമ്മളെ പാവക്ഷമ കിട്ടി നമ്മളിവിടെ ഇരിക്കുന്നത്. കർത്താവ് കത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഞാൻ ഉൾപ്പെടെ കാണൂലായിരുന്നു. കർത്താവ് ക്ഷമാശീലനായതുകൊണ്ടാണ് യേശുപ്പന് ഈ വീട്ടിൽ നിങ്ങളോട് ഒരുമിച്ച് പറയണം, മക്കളെ, ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയിരിക്കുന്നത്. നിനക്ക് ക്ഷമ വന്നാൽ നിന്നിലൂടെ ഒരുപാട് പേർ യേശുവിൻ്റെ സ്നേഹം അറിയും.
അതേസമയം നീ ക്ഷമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് പലതും നേടാൻ പറ്റുമായിരിക്കും, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നും നിന്നിലൂടെ നടക്കില്ല. നിൻ്റെ രാജ്യം കെട്ടിപ്പണിത് എടുക്കുമായിരിക്കും, പക്ഷെ ക്ഷമയുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വരച്ചിരിക്കുന്ന സന്തോഷം യേശുവായിരിക്കും. വായിച്ചെടുത്ത വരി. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ആരായിരുന്നു? ഞാനും നിങ്ങളും. അതുകൊണ്ട് അപമാനിച്ചപ്പോഴും പോട്ടെന്ന് പറഞ്ഞു. ആ യേശുവിനെ നമ്മൾ കണ്ടാൽ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊന്നും തോന്നൂല. ആ പോട്ട് അതോ സാരമില്ല. അവിടെ ചിലപ്പോൾ നഷ്ടമായിരിക്കും, ചിലപ്പം കുറച്ച് പൈസ നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ, നഷ്ടം വരും. പക്ഷെ അവിടെയും പോട്ടെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സന്തോഷം യേശുവാണ്, എനിക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ച യേശുവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ അതങ്ങ് പോട്ടെ, എനിക്ക് എൻ്റെ യേശു ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള സന്തോഷം ഞാനും നിങ്ങളുമായിരുന്നു. അപ്പം നമ്മളെ മുമ്പിലും ഓരോ നേരത്തെ കേട്ടു പ്രശ്നങ്ങളും പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല. ഏത് ജീവിതത്തിലും എൻ്റെ ആയിരുന്നാലും നിങ്ങളുടെ ആയിരുന്നാലും, ഇപ്പം നിങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എന്നെയും ഉൾപ്പെടെ, നമ്മൾ കടന്നു വന്നവർ ഉൾപ്പെടെ ജീവിതത്തിനകത്ത് പ്രശ്നം വരും. അപ്പോൾ പോട്ടെന്ന് പറയാനൊരു കൃപ ദൈവം നമുക്ക് തന്നാൽ, പോട്ട് എന്ന് പറയാനൊരു കൃപ നമുക്ക് തന്ന് തണുപ്പിച്ചിരുത്തിയാൽ, പ്രശ്നം തലയുടെ മുകളിൽ കൂടെ അങ്ങ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നൂന്നങ്ങ് നിൽക്കാം. യേശുക്രിസ്തുവിനൊരു പ്രശ്നം വന്നു. യേശുക്രിസ്തുവിനെ തൂക്കിയെടുത്ത് വിളിച്ചും കൊണ്ട് മലയുടെ മുകളിൽ കൊണ്ടുപോയി താഴെ തള്ളിയിടാൻ നോക്കിയില്ലേ? നമ്മളാണെങ്കിൽ തിരിച്ച് കേസ് കൊടുക്കും. യേശുപ്പച്ചൻ അവിടെ പോയിട്ട് പതുക്കെ അവരെങ്ങനെ എടുത്തിട്ടാ ചാകുമെന്ന് നോക്കിക്കൊണ്ടിരുന്നതാ. യേശു ആണെങ്കിൽ തിരിച്ച് മിണ്ടാതെ വന്നു. ദൈവത്തിൻ്റെ രാജ്യം പണിതാണ്ടോ? നമ്മളാണെങ്കിലോ യേശുവിനെ കാർക്കിച്ച് തുപ്പിയില്ലേ? നമ്മളാണെങ്കിലോ യേശു അവിടെ ദൈവരാജ്യം പണിതുകൊണ്ടല്ലേ, ആ കാർക്കിച്ച് തുപ്പലേറ്റതിൻ്റെ ഫലമല്ലേ ഞാൻ നിങ്ങളും. അപ്പോൾ എന്നെയും നിങ്ങളെ ആരെന്ത് പറഞ്ഞാലും പോട്ടെ എന്ന് പറയാനൊരു കൃപ നമുക്ക് കിട്ടിയാൽ, ദൈവത്തിന് സ്തോത്രം. 2 സമ്പത്തുണ്ട്, സ്വർഗീയ സമ്പത്തും ഭൂമിയിലെ സമ്പത്തും. ഈ സ്വർഗീയ സമ്പത്ത് എല്ലാവർക്കും കിട്ടില്ല, പുത്രന്മാർക്കും പുത്രിമാർക്കും മാത്രമേ കിട്ടൂ. അപ്പാന്ന് വിളിക്കുന്ന ഒരു കോടിക്കണക്കിന് ജനങ്ങൾ വിളിക്കുന്നുണ്ട് അപ്പാന്ന്. മക്കളുമുണ്ട്, മക്കളല്ലാത്തവരുമുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ സമ്പത്ത് എല്ലാവർക്കും കൊടുക്കും. വീടും വസ്തുവും കാറും ബംഗ്ലാവും ഈ കോടിക്കണക്കിന് ആസ്തി ഈ ലോകത്തിലുള്ള പള്ളിയിൽ പോകാത്തവരിക്കും ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫാമിലിയെ പറ്റി പറഞ്ഞതാണ്. ആ ഫാമിലിയിൽ അവർ യേശുവിനെ 2 ഫാമിലിയെ പറ്റി പറഞ്ഞു. 2 ഫാമിലിയിൽ യേശു മാത്രമില്ല. അവരെ വീട്ടിൽ പോയാൽ അവരോടുള്ള സ്നേഹമോ അവരുടെ എന്ത് പറയാൻ, ഏറ്റവും ടോപ്പ് ലെവലിൽ ജീവിക്കുന്നവരാണ്. എല്ലാ ആൾക്കാരെ സഹായിക്കുന്നവരായിരുന്നാലും അവരെ വീട്ടിൽ പോയാലും അവരെ ആ സ്നേഹമായിരുന്നാലും എല്ലാം ഇങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാൻ ഒരു വരി, മക്കളെ യേശു മാത്രം ഇല്ലല്ലേ? ഇല്ല അമ്മ, യേശു ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു. സ്തോത്രം. ബാക്കിയെല്ലാം ഉണ്ട്. അതല്ലേ പറഞ്ഞേ, ഈ ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്, നല്ല സ്വഭാവമുള്ള, നല്ല ദാനം ചെയ്യുന്ന, ഒരുപാട് ആസ്തിയുള്ള, ഒരുപാട് വിലയും നിലയും പദവിയും എല്ലാം ഉള്ള ആൾക്കാരുണ്ട്. അവർ നല്ല സാധുക്കളെയൊക്കെ സഹായിക്കുന്നവരുണ്ട്, ഭയങ്കര ഇതുള്ളവരുണ്ട്. അവരെ വീട്ടിൽ പോയാൽ കോടിപ്രഭുക്കളായിരിക്കും. അവരെ സ്നേഹം അത് വേറെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അല്പനൈശ്വര്യം എന്ന അർദ്ധരാത്രി കുടപിടിക്കുന്നവരല്ല അത്. സ്തോത്രം. ദൈവത്തിൻ്റെ മകത്ത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ അകത്ത് ആരില്ല, ബാക്കി എല്ലാവരിലുണ്ട്. പക്ഷേ യേശു മാത്രം ഇല്ല. മത്തായി ആ വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. മത്തായി 7 വിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായം വായിക്കുമ്പോൾ, വായിച്ചേ 15-ന്റെ 21 മുതൽ വായിച്ചേ. മത്തായി 7 വിശേഷം 15-ന്റെ 21 മുതൽ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനന്യാ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കണ്ണ തോന്നണമേ, എന്റെ മകൾക്ക് ക്രോധോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കുത്തരം പറഞ്ഞില്ല. അപ്പോൾ യേശു ഒരക്ഷരം വേണ്ടിയില്ല വിളിച്ചിട്ടും. അടുത്ത്
അവന്റെ ശിഷ്യന്മാർ അടുക്ക് വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ടും ആ സഹോദരി വിളിച്ചില്ല. അടുത്ത് എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ. വീണ്ടും ആ സഹോദരി വീണ്ടും യേശുവിന്റെ അടുത്ത് വന്നു, എന്നെ സഹായിക്കണമേ അടുത്ത് എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. യേശു പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് ആക്ക് കൊടുക്കലെന്ന് പറഞ്ഞു. നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി, അടുത്ത് പിന്നെ വായിച്ചാൽ മതി. ആരാണ് മക്കൾ, ആരാണ് നായ്ക്കുട്ടികൾ? നായ്ക്കുട്ടികൾ യേശു ഇല്ലാത്ത സകല മനുഷ്യരും നായ്ക്കുട്ടികളാണ്. യേശു ഉള്ളവരാണ് മക്കൾ. അപ്പോൾ ചിലപ്പോൾ യേശു ഉള്ളവർക്ക് സമ്പത്ത് കാണും, ചിലപ്പോൾ ഒന്നും കാണൂല. പക്ഷേ അവർക്ക് കിട്ടിയത് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത മുഴു ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്പത്താകുന്ന യേശുവിനെയാണ്. പ്രശ്നം കാണും, പ്രതിസന്ധി കാണും, പ്രതികൂലം കാണും. യേശുവിനെ കിട്ടിയാൽ യേശുവിൻ്റെ സ്വഭാവം അവിടെ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്യും? ഉറപ്പവരും. യേശുവിൻ്റെ സമ്പത്ത് ഒന്നൊന്നായിട്ട് ആ പുത്രനും പുത്രിക്കും ഉള്ളതാണ്. പക്ഷേ മത്തായി 7 സുവിശേഷത്തിനകത്തൊരു വാക്യമുണ്ട്, പിന്നെ മനുഷ്യനും എല്ലാ മനുഷ്യർക്കും, ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും മഴ ഒരുപോലെ കിട്ടും. വെയിൽ ഒരുപോലെ, വായു ഒരുപോലെ, കാറ്റൊരുപോലെ കിട്ടും. ആ പള്ളി പോകുന്നവർക്ക് മാത്രമല്ല വായു, കാറ്റ് പള്ളി പോകുന്നവർക്ക് മാത്രമല്ല, പിന്നെ വെള്ളം, മഴ, വെയിൽ പള്ളി പോകുന്നവർക്ക് മാത്രം മഴയും വെയിലും ആവശ്യത്തിന് കൊടുക്കാം, മറ്റവർക്ക് വേണ്ട, അങ്ങനെ ഇട്ടേക്കോ? ഇല്ല. അർത്ഥം ഈ ലോകത്തിലുള്ള എല്ലാ ഭൗതിക നന്മകളും ഈ ലോകത്തിൽ ആരപ്പാന്ന് വിളിച്ചാലും കിട്ടും. പക്ഷെ അത് ആരാവൂല, മക്കളാവില്ല. ഈ മക്കൾക്ക് മാത്രമേ സ്വർഗം കിട്ടൂ, യേശുവിനെ കിട്ടൂ. ഇനി യേശുവിൻ്റെ സ്വഭാവവും കിട്ടും. ഈ ഭൂമിയിൽ നമുക്ക് നന്മ ആവശ്യമാണ്. പക്ഷെ നന്മ മാത്രം ഉണ്ടെങ്കിൽ, യേശു ഇല്ലെങ്കിൽ, യേശു വന്നാൽ നമ്മളെ സ്വഭാവം മാറും, എല്ലാ സ്വഭാവം മാറും. ആ പോട്ടെന്നങ്ങ് പറയാം. ആ അമ്മയല്ലേ, അപ്പനല്ലേ, ചേട്ടനല്ലേ, ചേട്ടത്തിയല്ലേ, അനിയത്തിയല്ലേ, ചേച്ചിയല്ലേ, മക്കളല്ലേ, അയൽവക്കത്തുള്ള ചേച്ചിയല്ലേ, ആ സഹോദരൻ, യേശുവിനെ അറിയാത്ത പോട്ടെ. ഇത് പറയാനൊരു കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? യേശു വരണം. ഇല്ലെങ്കിൽ അപ്പം കൊങ്ങയ്ക്ക് പിടിച്ച് നിർത്തി 2 ഇടിയും കൊടുത്ത്, മുതലും പലിശയും കൂടെ 2 ഇടി കൂടെ കൊടുത്ത് ഇടറാന്ന് പറഞ്ഞ് വെട്ടിക്കീറിയെങ്കിലും. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മളിൽ ആരില്ല. ഇതാണ് സത്യം. യേശു നമ്മളകത്തില്ലാത്തടത്തോളം കാലം ക്ഷമയോ മറ്റൊരാളിനെ ശ്രേഷ്ഠനായി കാണാനോ സ്വന്തം സഹോദരങ്ങളെ പോലും നമുക്ക് സ്വന്തം എന്ന് വെച്ചാൽ ഒരുമിച്ച് കളിച്ച് വളർന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് അപ്പി അണ്ണ ചേട്ടാ തങ്കച്ചി എന്ന് പറഞ്ഞെടുത്ത് പോലും എന്ത് കാണൂല. അമ്മയെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാൻ, അപ്പനെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. യേശുവിനെ വെളിപ്പെട്ടാലേ ഇതെന്തെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് എനിക്കറിഞ്ഞൂടാ. യേശുവിനെ വെളിപ്പെടാത്തടത്തോളം കാലം നമുക്കിവിടെയുള്ള നമ്മളെ രാജ്യമെല്ലാം കെട്ടിപ്പടുത്ത് ഒരു പരുവം വരെ ഉയർത്താം. പക്ഷേ യേശുവിനെയും കിട്ടൂല, യേശുവിൻ്റെ സമ്പത്തും കിട്ടൂല. ഇവിടെയുള്ള നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആളുകളെ മുമ്പിൽ പേരും പ്രശസ്തിയൊക്കെ കിട്ടും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒന്നും കിട്ടൂല, ക്രിസ്തുവിൻ്റെ സമ്പത്തും കിട്ടൂല. അപ്പോൾ നായ്ക്കുട്ടികൾ എന്നിവിടെ ഉദ്ദേശിച്ചത് മോശമായിട്ട് പറഞ്ഞതല്ല. യേശുവിൻ്റെ പുത്രിമാരല്ലാത്ത എല്ലാവരും ആരുടെ കൂട്ടത്തിലുള്ളവരാ? നായ്ക്കുട്ടികളുടെ കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പത്തും ആൾക്കാർക്ക് കൊടുക്കും, ഉറപ്പാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനും കൊടുക്കും, പ്രാർത്ഥിക്കാത്തവനും കൊടുക്കും, ക്ഷേത്രത്തിൽ പോകുന്നവനും കൊടുക്കും, മുസ്ലിമിനും കൊടുക്കും. ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി സമ്പത്ത് ഉണ്ടാക്കും. സമ്പത്തു കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ ദൈവത്തെ കണ്ടുമുട്ടി എന്ന് പറയാനൊന്നും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം എടുക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്. നമുക്ക് 4-ാം അധ്യായം വായിക്കാമോ? 4 മുതൽ വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാം കിട്ടുമെന്ന് കേട്ടാൽ എല്ലാം കിട്ടൂല. ദൈവ മക്കൾക്ക് എല്ലാം കിട്ടൂല. ഞാൻ ഇപ്പോൾ പറയുന്നു പ്രാർത്ഥിച്ച എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടൂല. എല്ലാം കിട്ടുന്ന ആക്ക് വായിച്ച്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത് പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി, യേശുവിനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ ലോകത്തിലുള്ള സകലത് ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആരെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? എല്ലാം ആരെയിലുണ്ടെന്ന്
പിശാചിൻ്റെ ഉണ്ടെന്ന്. നീ എന്നെ നമസ്കരിച്ചാ അപ്പോൾ പള്ളി പോകേണ്ട കാര്യമുണ്ടാ? പറ, പള്ളി പോകണോ ഇതിനൊക്കെ? ഇതെല്ലാം നിനക്ക് തരാം. ആരാ നമസ്കരിച്ചാൽ മതിയെന്ന്? ആരാ നമസ്കരിക്കാതെ? പിശാചിനെ നമസ്കരിച്ചാൽ മതി, എല്ലാം തരാമെന്ന്. അപ്പം എല്ലാം കിട്ടുന്ന ആരാ ശ്രദ്ധിച്ചാൽ മതി? ആരാ ദൈവം ഒന്ന് കണ്ടാൽ മതി, ആരാ തൊഴുതാൽ മതി. പിശാചിന് പള്ളിയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ യേശുവിനെ കിട്ടണമെങ്കിൽ, സ്വർഗീയമായത് കിട്ടണമെങ്കിൽ, സ്വർഗത്തിലുള്ളത് കിട്ടണമെങ്കിൽ, ഇനി ഇതിനേക്കാളും വിശേഷപ്പെട്ട യേശുവിൻ്റെ സ്വർഗീയ ധനം എന്ന് പറഞ്ഞാൽ സ്വഭാവം. ആ സ്വഭാവം ക്ഷമിക്കാനും ഒരു പാപിയെ സ്നേഹിക്കാനും, നമ്മൾ ഒരുപാട് മോശം വാക്ക് പറഞ്ഞവനെ ഹൃദയത്തിനകത്ത് കൊണ്ട് സ്നേഹിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും കഴിയണമെങ്കിൽ യേശുവിനെ കിട്ടിയാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഈ ലോകത്തിൽ കുറേയൊക്കെ കെട്ടി പടുത്ത് ഒന്നിനും പ്രയോജനം. നമുക്ക് പൈസ ആവശ്യമാണ്, പൈസ ആവശ്യമാണല്ലേ? നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള കടങ്ങൾ, എനിക്കുകൊണ്ട് ലക്ഷങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇത് കൂടുതൽ വച്ചിട്ടൊന്നും ഒരാളിന് വിശപ്പുള്ളതല്ലേ കഴിക്കൂ. ഇപ്പോൾ ഒരു കാലം ചോറിരിക്കുകയാണ്, ഒരുപാടിരുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ? അടുത്ത് ഒരു 5 ഏക്കർ വാങ്ങിയിട്ട്, അടുത്ത് 10 ഏക്കർ വാങ്ങിയിട്ട് 25 ഏക്കർ, അടുത്ത മക്കൾക്കും. അപ്പോൾ ഇത് മാത്രമാണോ ജീവിതം? ഇത് ഉള്ളത് കൊണ്ട് ദൈവം ഉണ്ടെന്നാണോ? യേശു ഉണ്ടോ എന്ന് നമ്മളെ സ്വഭാവത്തിലാണ് അറിയുന്നത്, ഇതിലൊന്നും അല്ല അറിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വേണ്ടെന്നല്ല, ഇത് എല്ലാവർക്കും കിട്ടും. ഇതിന് പള്ളി പോകേണ്ട കാര്യമൊന്നും അല്ലാതെയും കിട്ടും. പക്ഷേ യേശുവിനെ കിട്ടണമെങ്കിൽ മുട്ടുമടക്കണം, പ്രാർത്ഥിക്കണം. ആ സ്വഭാവം കിട്ടണമെങ്കിൽ ദൈവഭാഗത്തിരിക്കണം, പ്രാപിക്കേണ്ടത് അതാണ്. വായിച്ചേ ആ സഹോദരിയുടെ ബാക്കി വായിച്ചേ, നേരത്തെ വായിച്ചതിൻ്റെ താഴെ. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കേട്ടോ, യേശുവിനോട് പറഞ്ഞു, അപ്പച്ചാ അങ്ങനെയെങ്കിൽ നായ്ക്കുട്ടികളുണ്ടല്ലോ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് തിന്നുന്നുണ്ടല്ലോ. അടുത്തവര് യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം. അപ്പോൾ മക്കൾക്കുള്ളത് കൊടുത്തെന്നാണോ? ഇല്ലെന്നാണോ? കൊടുത്തില്ല. മക്കൾക്കുള്ള എടുത്ത് കൊടുത്തില്ല. സൗഖ്യം കിട്ടി. ഉണ്ടോ? സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞത് മക്കളായില്ല. അവർ സൗഖ്യം കിട്ടവരങ്ങ് വീട്ടിൽ പോയി, വളരെ സന്തോഷമായി. പക്ഷേ യേശുവിനെ കിട്ടിയ യേശു വന്നാൽ നമ്മുടെ തലമുടി 4 ഇഴ മുതൽ നഖത്തിനകം വരെ മാറും. നമ്മളെ ക്ഷമ വരും. പിണക്കമെന്ന് പറയുന്ന സാധനം നമ്മളെ ഹൃദയത്തിനകത്ത് വരും. മോശം വാക്ക് ആരെയും പറയാൻ നമുക്ക് തോന്നൂല സഹോദരങ്ങൾ. നമ്മളിനി ഇടിച്ച് ചമ്മന്തി നോക്കിയേ, ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞാൽ അതിനകത്ത് എന്തേ വരുള്ളൂ? പഞ്ചസാര കുപ്പിക്കകത്ത് നിന്ന് എത്ര വെള്ളം ഒഴിച്ചാൽ എന്തേ വരൂ? ഉപ്പിനകത്തുനിന്നോ? പറ, ഉപ്പേ വരൂ. യേശു ഉള്ള വൈതന്നകത്തുനിന്നോ? യേശുവിലുള്ളതേ വരൂ. മക്കൾക്ക് യേശുവിലുള്ളത് കിട്ടും. പക്ഷേ നായ്ക്കുട്ടികൾക്ക് യേശുവിലുള്ള സ്വഭാവം കാണില്ല. വലിയ കാര്യങ്ങളും പേരും പ്രശസ്തിയും പദവിയും പത്രാസും ഒക്കെ കാണും. എന്ന് പറഞ്ഞിട്ട് അവരകത്ത് യേശു ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. യേശു നമ്മളിലുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഈ ഭൂമിയിലുള്ളതും ദൈവം തരും. മൃഗങ്ങളെ നോക്കിയേ, വനത്തിലെ മൃഗങ്ങളുടെ പ്രസവത്തിൻ്റെ സമയം ആരറിയും? ദൈവം അറിയും. അപ്പോൾ മനുഷ്യരുടെ അറിഞ്ഞൂടെ? മൃഗങ്ങളുടെ നമ്മൾ പോലും അറിയുന്നില്ല. വനത്തിനകത്ത് കിടക്കുന്ന മൃഗങ്ങൾ ഈയോബിനെ വായിച്ചാൽ കിട്ടും. ഈയോബിൻ്റെ പുസ്തകത്തിനകത്തുണ്ടത് 30 അധ്യായം മുതൽ 32 മുതൽ അങ്ങോട്ട് വായിച്ചാൽ മൊത്തത്തിൽ മനസ്സിലാവും. വനത്തിനകത്ത് കിടക്കുന്ന മൃഗങ്ങളുടെ പ്രസവം ആരറിയുന്നെന്ന്? ആ സമയം എഴുതി വെച്ചിരിക്കുന്നു ദൈവം. ആരുടെ? വനത്തിൽ കിടക്കുന്ന മൃഗങ്ങളുടെ പ്രസവം. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച നമ്മളാണ്. കർത്താവ് കൊണ്ട് മക്കളെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. താമര കൊണ്ടുവച്ച് കർത്താവ് പറയണം മത്തായി 6 താമര കൊണ്ടുവച്ചു. കർത്താവ് ഉണ്ടാക്കി താമര കൊണ്ടുവച്ചു. അതിൻ്റെ അടുത്ത് ശലോമോൻ ജ്ഞാനിക്കാണ് ഏറ്റവും കൂടുതൽ സമ്പത്തല്ലേ? പണ്ട് തൊട്ട് ഇന്ന് വരെ ഇനി ഈ ശലോമോൻ ജ്ഞാനിയെ പോലെ ഒരുത്തൻ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ശലോമോൻ ജ്ഞാനിൻ്റെ മുഴുവൻ സമ്പത്തും വിറ്റ് കൊണ്ടുവച്ചു. അപ്പുറത്ത് യേശു ഇപ്പോൾ ഉണ്ടാക്കി താമര വെച്ചു. ഏതാണ് വില? താമരയ്ക്ക് എന്തുകൊണ്ട്? യേശു ഉണ്ടാക്കിയതുകൊണ്ട്. യേശുവിലുള്ളതിനാണ് വില. ഇപ്പം ഈ ലോകത്തിലുള്ളതിനല്ല വില. അത് നിങ്ങൾക്ക് വേണ്ടെന്നല്ല, വേണം. പക്ഷേ മുഴുവൻ ശ്രദ്ധയും നോട്ടവും ഇതിൽ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. ഇന്ന് ഇതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ യേശുവിൻ്റെ ഒരുപാട് സ്വഭാവം, യേശുവിൻ്റെ ക്ഷമയുടെയും താഴ്മയുടെയും പോട്ടെന്ന് എഴുതി തള്ളിയതിൻ്റെയൊക്കെ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ എണ്ണം കാണത്തില്ലായിരുന്നു. പോട്ടെ, അവളോ അതങ്ങ് ചെയ്തങ്ങ് പോട്ടെ, ഞാൻ ക്ഷമിച്ചു. ഇതെല്ലാം യേശു പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്.
മനസ്സിലായില്ലേ? നമ്മൾ തകർക്കേണ്ട സമയത്ത് നമ്മളെ തകർക്കാതെ ഇരുത്തിയിരിക്കുന്ന അപ്പൻ്റെ കൃപയും ദയയും കരുണ, യേശുവിൻ്റെ കരുണയാണ്. അപ്പോൾ നമുക്കും എന്ത് വരണം? കരുണ. അതൊരു സമ്പത്താണ്. യേശുവിൻ്റെ ദീർഘക്ഷമ അത് യേശുവിൻ്റെ സമ്പത്താണ്. യേശുവിൻ്റെ സ്നേഹം അത് യേശുവിൻ്റെ സമ്പത്താണ്. ഇതെല്ലാം ഒഴുകി ഈ ഭൂമിയിൽ വെച്ച്. അങ്ങനെയെങ്കിൽ ഈ ഭവനത്തിനകത്ത് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം യേശുവിൻ്റെ വരവ് വരെ ഒരു വാക്കുകൊണ്ട് പോലും പരസ്പരം വേദനിപ്പിക്കുക. നിങ്ങൾ മാത്രമല്ല, ഞാൻ, എൻ്റെ കുടുംബം, ഇനി ഈ സഹോദരൻ, കുടുംബം, നമ്മളെല്ലാവരുടെ കുടുംബത്തിനകത്ത് നമ്മൾ യേശുവിൽ ജീവിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവർ സ്തോത്രം ഒരു മോശം വാക്ക് പറയുന്ന ഒരാളിനെയല്ല കാണേണ്ടത്. പിന്നെയോ ക്രിസ്തുവിനെ വായിക്കുന്നൊരു പത്രമായിട്ട് വേണം കാണാൻ. ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ കേൾക്കേണ്ടി വരും. നമ്മൾ കേൾക്കാത്ത പോലെ അങ്ങ് ഇരുന്നാൽ കുറച്ച് നേരം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കർത്താവോട് ക്ഷമിക്കുക, ഒരു കൃപകരണെ, ഒന്നും പറയാതിരിക്കും കൃപകരണെ. 100, 99, 98, 97, 96, 95 വരെ പോകുമ്പോൾ കുറച്ച് ദേഷ്യം, ഈ ദേഷ്യം അകത്തോലും വരാൻ പാടില്ല. പക്ഷേ അതൊക്കെ കർത്താവ് മാറ്റിത്തരും. നമ്മൾ അപ്പച്ചനോട് പറയുമ്പോൾ അപ്പച്ച അതെല്ലാം മാറ്റിത്തരും. സ്തോത്രം. നമുക്ക് ഒരുപാട് നമ്മളെ രാജ്യം പടുത്തുയർത്താം. പക്ഷേ ക്രിസ്തുവിൻ്റെ രാജ്യം പടുത്തുയർത്തും തോറും നമ്മൾ ക്ഷമയും താഴ്മയും നമ്മളെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യം പണിയുക, ക്രിസ്തുവിൻ്റെ രാജ്യം. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പറയാറുണ്ട്, നമ്മൾ ഏത് രാജ്യമാണ് പണിയുന്നത്? സ്തോത്രം. ഞാൻ എൻ്റെ മോനോട്, മക്കളെ ഏത് രാജ്യമാണ് പണിയുന്നത്? സ്തോത്രം. നമ്മളെ രാജ്യം നമ്മൾ പണിതാൽ അതിനൊരു പ്രയോജനവും. ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് നമ്മളെ കർത്താവ് കൃപയാൽ കയറ്റിയാൽ, ക്രിസ്തുവിലുള്ള തന്നാൽ ഒരിടത്തും നമ്മൾ ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തൂല. ഉറപ്പായിട്ട് അന്ത്യം വരെയും നമ്മൾ എന്ത് ചെയ്യും? പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ദൈവം വിളിച്ചിറക്കിയ ഒരു വ്യക്തികളെ തള്ളിക്കളഞ്ഞില്ല. അവസാനം വരെ ദൈവം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുണ്ടാകട്ടെ, എന്തില്ലാകട്ടെ, യേശു എന്ന നാഥനെ നമുക്ക് അകത്ത് വരട്ടെ. പ്രാപിക്കാനും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ ആ സമ്പത്ത് ആർക്കും അപകരിക്കാൻ പറ്റാത്തത്. മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയിരിക്കുന്നു, മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അടുത്ത വരി, അത് ആർക്കും അവളിൽ നിന്ന് അപകരിക്കാൻ പറ്റത്തില്ല. അവൾ പ്രാപിച്ചല്ല അപകരിക്കാൻ പറ്റാത്തത്. നമ്മൾ പ്രാപിച്ചതോ ഒറ്റ സുനാമിക്ക് പോകുന്നത്. ഒന്ന് നോക്കി, മറിയ പ്രാപിച്ചത് കാൽക്കല്ലിരുന്ന് പ്രാപിച്ചത് ഓർക്കും അപകരിക്കാൻ പറ്റാത്ത സ്വർഗീയ സമ്പത്ത് പ്രാപിക്കുവാൻ ദൈവം ഒരുക്കട്ടെ.